നമ്മൾ സാധാരണ പറയാറുണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ പ്രതിപക്ഷത്തുള്ളപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഭരണപക്ഷത്തുള്ളപ്പോൾ ഓർക്കാറില്ല, നടപ്പിലാക്കാറില്ല എന്ന്. അങ്ങനെ പറയാൻ പാടില്ല. അവർ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷത്തുള്ളപ്പോൾ പറഞ്ഞ കാര്യം അച്ചട്ടായിട്ട് മുസ്ലിം ലീഗ്, പ്രത്യേകിച്ച് KM ഷാജി പ്രതിപക്ഷത്തുള്ളപ്പോൾ പറഞ്ഞ കാര്യം ഇപ്പോൾ അവർ പ്രാവർത്തികമാക്കുന്നുണ്ട്. അവർക്ക് അധികാരം കിട്ടിയപ്പോൾ അതും പറയണം. പറയുമ്പോൾ രാഷ്ട്രീയ വിരോധം വെച്ച് ഇങ്ങനെ മറച്ചു വെക്കാനൊന്നും പാടില്ല. പറയേണ്ടതൊക്കെ പറയണം. ലീഗായാലും കോൺഗ്രസ് ആയാലും ചെയ്ത കാര്യങ്ങൾ പറയണം. PM ശ്രീയുടെ കാര്യം ഓക്കെ. PM ശ്രീ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചവറ്റുകൊട്ടയിലെറിയും, അറബിക്കടലിലെറിയും, ഗാന്ധിജി നെഹ്റു ഒക്കെ തിരിച്ച് പാഠപുസ്തകങ്ങളിലേക്ക് കയറി വരുമെന്നൊക്കെ വലിയ വായിൽ പ്രസംഗിച്ചിട്ടുണ്ട് KM ഷാജി. പക്ഷെ അധികാരത്തിൽ വന്നപ്പോൾ KM ഷാജി തന്നെ പറഞ്ഞു, അങ്ങനെ പ്രതിപക്ഷത്തുള്ളപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആളല്ല. പരിമിതികളുടെ കാര്യമാണ് മൂപ്പർ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞത്. എന്നാൽ ഇതേ KM ഷാജി പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ലീഗ് അച്ചട്ടായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇത് ഒട്ടുമിക്ക ചാനലിൽ വന്നെങ്കിലും മുസ്ലിം ലീഗുകാർ കൂടി കേൾക്കേണ്ടതാണെന്നുള്ളതുകൊണ്ട് മുസ്ലിം ലീഗുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ചാനലിലെ വാർത്ത തന്നെ കേൾപ്പിക്കുക. അവരിപ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചല്ലാതെ ഈ ചാനൽ കാണാറില്ല. ഏതാണെന്നല്ലേ, മൗദൂദികളുടെ മീഡിയ 1 ചാനൽ, അവരുടെ പത്രമായ മാധ്യമമുണ്ടല്ലോ, അത് ഒന്നും എടുത്തല്ല ഇപ്പോൾ ലീഗുകാർ വായിക്കാറില്ല, തൊടാറില്ല. അപ്പോൾ ഈ മീഡിയ 1 ചാനലിൽ വന്ന വാർത്ത ഒന്ന് കേൾപ്പിക്കാം. പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ സെക്രട്ടറിയായ കോളേജിൽ അഡ്മിഷന് കോഴയെന്ന് പരാതി. ലീഗ് ഭരിക്കുന്ന കോളേജിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് പ്രഖ്യാപിച്ചു. കൊണ്ടോട്ടി EMEA കോളേജിൽ വിദ്യാർത്ഥികളിൽ നിന്ന് 25,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ വാങ്ങിയെന്നാണ് ആരോപണം. പരസ്യ പ്രതിഷേധം ഉയർന്നതോടെ ലീഗ് നേതൃത്വം ഇടപെട്ട അഡ്മിഷൻ നടപടികൾ നിർത്തിവെപ്പിച്ചു. അത് മാത്രമല്ല, ഈ ഡൊണേഷൻ ഫീസിന്റെ പുറമെ നമുക്ക് അഡ്മിഷൻ ഫീയും വരുന്നുണ്ട്. അഡ്മിഷൻ ഫീന്റെ സബിന് അവിടെ ഓരോ സബിന് നമുക്കിപ്പോൾ ഓരോ ഫീ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് കൊടുത്തിരുന്നത്, അതിന് 12,750 പറഞ്ഞത്. അപ്പോൾ 13 റുപ്യ ആയല്ലോ. അപ്പോൾ ഈ ഡൊണേഷൻ ഫീ അത്ര ഉള്ളതുകൊണ്ട് അഡ്മിഷൻ ഫീ പിന്നെ അങ്ങനെയാണ്. പിന്നെ ഡൊണേഷൻ ഫീ പറയുമ്പോൾ 25 ഉള്ളതുകൊണ്ട് ഇപ്പോൾ സീറ്റ് കിട്ടിയിട്ടും നമുക്ക് അവിടെ ചേരാൻ കഴിയാത്തൊരു ഇതായിപ്പോയി. എനിക്കാണെങ്കിൽ EMEAയിൽ എനിക്ക് ചേരാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ അടുത്തുള്ള കോളേജാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പൊതുവെ എനിക്ക് അവിടെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡൊണേഷൻ ഫീ ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കവിടെ എങ്ങനെയെങ്കിലും കെയർ ചെയ്യുന്നു. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പോൾ പാർട്ടിൻ്റെ പേര് ഇപ്പം നമ്മളിങ്ങനെയൊക്കെ നിന്നിട്ട് നമുക്കിപ്പോൾ ഒരാവശ്യം വന്നിട്ട് എന്തൊരു അളവ് ചെയ്യാനൊന്നും കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു ഇതാവല്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ അതിനൊരു കാര്യമില്ലാത്ത പോലെ ഇനിയിപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ലാത്ത പോലെ ആവുമല്ലോ. എന്തായാലും ലീഗ് ഭരിക്കുന്ന കോളേജിലേക്ക് യൂത്ത് ലീഗിന് മാർച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വരെ വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഈ അഡ്മിഷൻ നിർത്തിവെച്ചതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ അതിനെതിരെയുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റി ഇടപെട്ട് മാനേജ്മെന്റുമായി, കോളേജ് മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധവുമായി വരുന്നു എന്ന ഒരു ഘട്ടത്തിലാണ് മണ്ഡലം കമ്മിറ്റി ഇടപെട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അഡ്മിഷൻ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത്. അതായത് കൊണ്ടോട്ടി EMEA കോളേജിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പാർട്ടി അനുഭാവികളായ അല്ലെങ്കിൽ പാർട്ടിയുടെ വിദ്യാഭ്യാസ സംഘടനയിൽ, വിദ്യാർത്ഥി സംഘടനയിലൊക്കെ സജീവമായിട്ടുണ്ടാകുന്ന കുട്ടികളിൽ നിന്നടക്കം ഇത്തരത്തിൽ ഡൊണേഷൻ എന്ന പേരിൽ അധിക തുക, അതായത് 25,000 മുതൽ 50,000 രൂപ വരെ വാങ്ങുന്നു എന്നുള്ളതാണ് പരാതി. മാത്രമല്ല ഈ പണത്തിന് റെസിപ്റ്റ് കൃത്യമായി നൽകുന്നില്ല എന്നുള്ളതും കുട്ടികൾ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഭരണസമിതിയിലുള്ള കൊണ്ടോട്ടി EMEA കോളേജിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അതും ഒരു വിട്ടുവീഴ്ചയും ദാക്ഷിണ്യമില്ലാതെ കുട്ടികളിൽ നിന്ന് കോഴ വാങ്ങുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് ലീഗ് മാർച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ പോസ്റ്ററുകളടക്കം യൂത്ത് ലീഗ് പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് 10 മണിക്കായിരുന്നു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. അഡ്മിഷൻ നടപടികൾ തടസ്സപ്പെടുത്താനായിരുന്നു യൂത്ത് ലീഗിന്റെ തീരുമാനം. നമുക്കറിയാവുന്നതുപോലെ പൊതുമരാമത്ത് മന്ത്രി PK ബഷീറാണ് ഇതിന്റെ സെക്രട്ടറി. പാണക്കാട് ബഷീർ അലി തങ്ങൾ പ്രസിഡന്റാണ്. അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ അധീനതയിലുള്ള ഒരു കോളേജിൽ ഇത്തരത്തിൽ വ്യാപകമായി വിദ്യാർത്ഥികളിൽ നിന്ന് കോഴ വാങ്ങുന്നു എന്നുള്ളത് പരസ്യമായി പുറത്തേക്ക് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിവൃത്തിയില്ലാതെയാണ് യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു ലീഗിന്റെ തന്നെ ഒരു കോളേജിലേക്ക് മാർച്ച് നടത്തുന്നതെന്നാണ് യൂത്ത് ലീഗ് നേതാക്കന്മാർ അടക്കമുള്ളവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇന്നലെ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതോടു കൂടി തന്നെ അടിയന്തരമായി, കാരണം ലീഗ് നേതൃത്വം വെട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടി മണ്ഡലം കമ്മിറ്റി ഇതിൽ കൃത്യമായി ഇടപെടുകയും മാനേജ്മെന്റുമായി ചർച്ച നടത്തുകയും എന്നിട്ട് യൂത്ത് ലീഗിനോട് തൽക്കാലം ഇത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തരുത് എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ യൂത്ത് ലീഗിൻ്റെ കൂടെ അല്ല, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ കൂടെയും KM ഷാജിയുടെ കൂടെയും. എന്നുവെച്ചാൽ ഇവർ നേരത്തെ ഇത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലല്ലേ? KM ഷാജി ദുബായിൽ KMCCയുടെ യോഗത്തിൽ ഈ കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല, നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്.
അവർക്കത് കിട്ടണം. മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ കൂടുതൽ ബാച്ചും പോസ്റ്റും തരപ്പെടുത്തണമെന്നും ഷാജി പറഞ്ഞു. എത്ര എയ്ഡഡ് സ്കൂളുകളിൽ, എത്ര അൺഎയ്ഡഡ് സ്കൂളുകളിൽ, എത്ര ബാച്ചുകൾ, എത്ര കോഴ്സുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ കിട്ടി? മനസ്സിലായോ? എത്ര എയ്ഡഡ് സ്കൂളുകൾ, എത്ര അൺഎയ്ഡഡ് സ്കൂളുകൾ, എത്ര കോഴ്സുകൾ, എത്ര ബാച്ചുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ കിട്ടി ഈ 10 വർഷം? കുറവാണെന്നാണ് KM ഷാജി. കിട്ടണില്ല, കുറവാണെന്ന്. സംഭവം മനസ്സിലായോ? KM ഷാജി പറഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്തത്. കൈയടിച്ച ലീഗുകാർക്ക്, KMCCക്കാർക്ക് കാര്യം മനസ്സിലായില്ല. എന്തിനാണ് ഈ കൈയടിച്ച്? ഇങ്ങനെ ഒരു വിവരമില്ലാത്ത ഒരു വിഭാഗമായതുകൊണ്ടാണല്ലോ ഈ കുട്ടികളിങ്ങനെ ലീഗിന് വോട്ട് ചെയ്യുന്നത്. KM ഷാജി പറഞ്ഞത് അൺഎയ്ഡഡ് സ്കൂളും മാനേജ്മെൻറ്റ് സ്കൂളുകളിലും കുട്ടികൾ കുറേ ഉണ്ട്. അവിടെ മാനേജർമാർക്ക് അൺഎയ്ഡഡ് സ്കൂളിൻ്റെ ഉടമസ്ഥന്മാർക്കും കാശ് കുറവാണ്. എന്താ കാരണം? ഇപ്പുറത്ത് വേറൊരു സ്കൂളുണ്ട്, അത് സർക്കാർ സ്കൂളാണ്. UDFൻ്റെ കാലത്ത് സർക്കാർ സ്കൂളുകൾ മൊത്തം നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് പൂട്ടിയായിരുന്നു. കുട്ടികൾ കുറയും, അപ്പോൾ പൂട്ടും. കുട്ടികൾ കുറയാൻ കാരണം എന്താണ്? കുറേ പാവപ്പെട്ടവൻ്റെ മക്കൾ മാത്രമേ സ്കൂളുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ TC വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റി ചേർക്കും. എന്താ കാരണം? ഇവിടെ പൊളിഞ്ഞു വീഴാറായ കെട്ടിടമായിരിക്കും. ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല, ബെഞ്ച് ഉണ്ടാവില്ല, ഡെസ്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ അത്യാധുനിക കാലഘട്ടത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ, അതുപോലെ ഈ പ്രൊജക്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ വേണം കുട്ടികൾക്ക് പഠിക്കാൻ. ഇതൊന്നും ഇല്ലാതാവുമ്പോൾ അതുള്ള സ്കൂളിൽ കുറച്ച് ഫീസ് കൊടുത്താലും വേണ്ടില്ല, അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ തീരുമാനിക്കും. അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലേക്ക് പോകും. എയ്ഡഡ് സ്കൂളും സർക്കാർ സ്കൂളും തമ്മിലുള്ള വ്യത്യാസം എന്താ? സർക്കാർ സ്കൂൾ എന്ന് പറഞ്ഞാൽ സർക്കാർ അധ്യാപകരെ നിയമിക്കുന്ന, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള, PSC വഴി അധ്യാപകരെ നിയമിക്കുന്ന, ജീവനക്കാരെ നിയമിക്കുന്ന, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള, പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ. കുട്ടികൾക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാം. മറ്റൊന്നുള്ളത് എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉടമയുണ്ടാവും. അന്ന് ഒന്നുകിൽ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന ട്രസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ സൊസൈറ്റി എന്തെങ്കിലും ആവാം. മഹാഭൂരിപക്ഷവും വ്യക്തികളായിരിക്കും. അവർക്ക് ആ സ്കൂളിലുള്ള അധികാരം എന്താ? ആ സ്കൂളിലെ അധ്യാപകരെയും ജീവനക്കാരെയും അവർക്ക് തീരുമാനിക്കാം. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അവർക്ക് തീരുമാനിക്കാം. അവർക്ക് ഇഷ്ടമുള്ള ആളെ, PSC വഴിയല്ല. അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുക? കൂടുതൽ കാശ് കൊടുക്കുന്നവരെ അവർക്ക് ഇഷ്ടപ്പെടും. ഇപ്പം നിലവിൽ ഒരു 45 മുതൽ 55 ലക്ഷം രൂപ, 55 മുതൽ 65 ലക്ഷം രൂപ വരെ വേണം ഒരു ഹൈസ്കൂൾ അധ്യാപകന് ആ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഒരു ഹൈസ്കൂളിൽ അത് ആ മാനേജർക്ക് പോക്കറ്റിലേക്ക് ഇടാം. അത് കോഴാന്നാ പറയുക. അതേപോലെ പിയൂൺ അടക്കമുള്ള അവിടുത്തെ ജീവനക്കാർക്ക് മൊത്തം അദ്ദേഹത്തിന് കോഴ വാങ്ങാം. അതാണ് മാനേജ്മെൻറ്റ് സ്കൂളിലെ സങ്കടം. എത്ര സങ്കടം ഇയാൾ പറഞ്ഞത്, KM ഷാജി പറഞ്ഞ സങ്കടം ഈ മാനേജറുടെ സങ്കടമാണ്. മറ്റൊന്ന് അൺഎയ്ഡഡ് സ്കൂൾ. ഒരു ബാധ്യതയില്ലേ സർക്കാരിന്. സ്കൂൾ തുടങ്ങാൻ ഒരു NOC കൊടുത്താൽ മതി. ഏതെങ്കിലും സംഘടനയുടെ, മുസ്ലിം സംഘടനയുടെ പേരിലൊക്കെ തുടങ്ങുക. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അൽ ഉമ്മ, അൽ ബാപ്പ, അൽ മുത്താപ്പ, ഈ അല്ല് ചേർത്തൊക്കെ മുസ്ലിങ്ങളതാണെന്നുള്ളത് തോന്നല. ഈ മാനേജർക്ക് കാശ് വാങ്ങാം, കുട്ടികളുടെ കയ്യിൽ നിന്ന് കാശ് ഫീസായിട്ട് വാങ്ങാം. അതിൽ അദ്ദേഹത്തിൻ്റെ ലാഭം എടുത്ത് ബാക്കി മറ്റ് ചിലവുകൾക്ക്, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനും മറ്റ് ചിലവുകൾക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ കച്ചവടം. ഈ വിദ്യാഭ്യാസ കച്ചവടക്കാരായ അൺഎയ്ഡഡ് സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും കാര്യം വളരെ കൃത്യമായി KM ഷാജി പറഞ്ഞിട്ടുണ്ട്. 10 വർഷമായിട്ട് എത്ര സ്കൂളുകൾ, എത്ര ബാച്ചുകൾ ഈ മുസ്ലിം സമുദായത്തിന് കിട്ടി തന്നപ്പോൾ കൈയടിച്ച്. നിങ്ങളെ കാര്യമല്ല ഈ പറഞ്ഞത്. സമുദായത്തിനകത്തുള്ള വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന മുതലാളിമാരുടെ കാര്യമാണ് KM ഷാജി പറഞ്ഞത്. നിങ്ങളിത് കാര്യം മനസ്സിലാക്കാതെ കൈയടിച്ച്. എന്ന് വെച്ചാൽ KM ഷാജി അധികാരത്തിൽ വരുന്നതിന് മുൻപേ ഇക്കാര്യത്തിൽ നല്ല കൃത്യമായ സൂചന തന്നിട്ടുണ്ട്. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കച്ചവടം നടത്തിയിട്ട് തന്നെ സമുദായത്തിലെ നേതാക്കന്മാർക്ക് കാശുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കും എന്നുള്ളത്. ഇതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. എന്താണ്? സർക്കാർ സ്കൂളുകൾ പൂട്ടാനുള്ള സംവിധാനങ്ങൾ എന്താണെന്ന് നോക്കും. അവിടെ കുട്ടികൾ കുറയാനുള്ള സംവിധാനം, ഫെസിലിറ്റി കുറക്കും. സർക്കാർ സ്കൂളുകൾക്ക് ഫണ്ട് കൊടുക്കില്ല. അപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇല്ലാതാവുമ്പോൾ, ബെഞ്ചും ഡെസ്കൊന്നും ഇല്ലാതാവുമ്പോൾ എന്താവും? കുട്ടികൾ അവിടെ വരാതാവും. അപ്പോൾ അവിടെ പ്രൈവറ്റ് സ്കൂളുകൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, ഇത് തന്നെയാണ് സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ. ഇവർ കൃത്യമായ സൂചന ഇതിനോടൊക്കെ തന്നു. സ്വകാര്യവൽക്കരണം എന്നുള്ളത് ഞങ്ങളുടെ നയമാണ്, പ്രഖ്യാപിത നയമാണ്. ഞങ്ങളെല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരിക്കും. എന്ന് വെച്ചാൽ സ്വകാര്യ മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുക. അതുകൊണ്ടാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അടക്കമുള്ളവർ കോടിക്കണക്കിന് രൂപ UDFന് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കുന്നത്. BJPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കണമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അവർ വന്നാലേ സ്വകാര്യവൽക്കരണം നടക്കുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊതുമേഖല കൂടുതൽ ശ്രദ്ധിക്കും. പൊതു സ്ഥാപനങ്ങൾ, സർക്കാർ ആശുപത്രികൾ, സർക്കാർ സ്കൂളുകളൊക്കെ അവർ മോഡിഫിക്കേഷൻ നടത്തും, കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും. അതുകൊണ്ട് അത്തരത്തിലുള്ളതൊന്നും
ഈ സ്വകാര്യ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ഉണ്ടാക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നതാണ് അവരെതിരായിരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ കോളേജ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം നേരിട്ട് നടത്തുന്ന കോളേജാണ്. PK ബഷീറും അതേപോലെ തന്നെ പാണക്കാട്ട് തങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ ഭാരവാഹികൾ. അവരാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ മക്കളുടെ കയ്യിൽ നിന്ന്, MSFകാരുടെ കയ്യിൽ നിന്ന് 50,000 രൂപ വരെ, 1000 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ 5 കോടി രൂപ സുഖമായിട്ട് ഒരു വർഷം അവരുടെ കയ്യിൽ ആ ഇനത്തിൽ മാത്രം, മറ്റ് ലാഭത്തിൻ്റെ പുറത്ത് ഈ ഇനത്തിൽ മാത്രം 5 കോടി രൂപ അവിടെ എത്തും. ഈ കച്ചവടം നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ് കുഴപ്പം. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. PM ശ്രീനെ പോലെയല്ല, അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗുകാരോട്, നിഷ്കളങ്കരായിട്ടുള്ള മുസ്ലിം ലീഗുകാരോട് പറയാണ്, വിശ്വാസം എന്നത് ലീഗിൻ്റെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വോട്ട് പെട്ടിയിലാക്കാൻ അവരുപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ്. അവർക്ക് ഇത്യാദി വിശ്വാസങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മുസ്ലിം മതവിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വോട്ട് അവർക്ക് വേണ്ടി പെട്ടിയിലാക്കാനുള്ള അവരുപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയാത്തിടത്തോളം കാലം എങ്ങനെയാണോ കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തുന്നത് അതേപോലെ മലബാർ മേഖലയിൽ, മലപ്പുറം ജില്ലയിലൊക്കെ ലീഗ് വീണ്ടും 10,000-ങ്ങളിലെ 40,000-ൻ്റെ 80,000-ൻ്റെ ഒക്കെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിലെ യാഥാസ്ഥിക വിഭാഗക്കാരെ മതം പറഞ്ഞ് വോട്ട് പറ്റിക്കാൻ ഇനിയും നിങ്ങൾ നിന്ന് കൊടുക്കണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.